ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ചർച്ച കരയും. ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അബ് കി മേനെ ജി ഭർ ദേഖി, അബ് കി മേം ജി ഭർ സുൻ പായ. കവിത में जी भर शब्द का प्रयोग बार बार हुआ है, इसकी विशेषता पर चर्चा करें. കവിതയിൽ ജീബർ എന്നുള്ള വാക്ക് വീണ്ടും വീണ്ടും കവി പ്രയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ജീബർ മനസ്സ് നിറയെ എന്ന് കവി ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ചർച്ച ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. शहरी जीवन में जो नहीं मिलती है वह ग्रामीण जीवन में मिलती है. रस रूप गंध स्पर्श शब्द आदि का अनुभव गाँव से मिलती है. सभी इंद्रियों की अनुभूति से जीना मतलब जी भर जीना है. തിരക്ക് പിടിച്ച നഗരത്തിലെ ജീവിതത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മിസ് ചെയ്യും. അത് നമുക്ക് എവിടെ കിട്ടും? ഗ്രാമത്തിൽ കിട്ടും. അപ്പോൾ അതൊക്കെ അനുഭവിക്കാൻ എവിടെ വരണം? ഗ്രാമത്തിൽ വന്നാലാണ് നമുക്ക് ഇന്ദ്രിയാനുഭൂതി കുറച്ചും കൂടി കൂടുതലുണ്ടാവുള്ളൂ. ആ പഴയ വഴികളിലൂടെ നടക്കുമ്പോഴൊക്കെ കവിക്ക് അതാണ് അനുഭവിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് കവി കവിതയിൽ ഇടയ്ക്കിടയ്ക്ക് जी भर जीना എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ആക്ടിവിറ്റി. कवि ने कविता में कई विशेष अर्थ वाली पंक्तियों का प्रयोग किया है, ऐसी पंक्तियाँ पहचान कर लिखें. കവി കവിതയിൽ പ്രത്യേകം അർത്ഥം വരുന്ന വരികൾ പ്രയോഗിച്ചിട്ടുണ്ട്. ആ വരികൾ കണ്ടെത്തി തിരിച്ചറിഞ്ഞെഴുതാനാണ് പറയുന്നത്. ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഇവിടെ താഴെ. കിഷോരിയോം കി കോകിൽ കണ്ടി താൻ. അടുത്തത് എഴുതാം ഫസലോം കി മുസ്കാൻ എന്നെഴുതാം. അടുത്തത് പഗഡണ്ടി കി ചന്ദൻ വർണ്ണി ധൂൾ, മൗൽസിരി കെ താസെ ടട്കെ ഫൂൽ. ഇതാണ് അതിൻ്റെ ഉത്തരങ്ങൾ. അടുത്ത ആക്ടിവിറ്റി നോക്കാം. സമാന ആശയ വാലി പങ്ക്തിയാം കവിതാസെ ചുൻകർ ലിഖേം. താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൻ്റെ അതേ അർത്ഥം വരുന്ന വരികൾ കവിതയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ഗേത്ത് സ്വർണ്ണവർണ്ണി ഫസലോം സെ സമൃദ്ധ ഹെ. വയലെ സ്വർണ്ണ നിറമുള്ള വിളകളാൽ സമൃദ്ധമാണ്. അർത്ഥം വരുന്ന വരികളാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഈ വരികളാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. ബഹൂത്ത് ദിനോം കെ ബാദ് അബ് കി മേനെ ജി ഭർ ദേഖി പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ. അടുത്തത് ഗ്രാമീൺ ബാലായെ മെഹനത്ത് കർത്തേ ഹുയെ മധുര ഗീത് ഗാത്തി ഹെ. ഗ്രാമത്തിലെ ബാലികമാരെ അധ്വാനിക്കുന്നതിനോടൊപ്പം മധുരമുള്ള ഗാനങ്ങൾ പാടുന്നു. ആ വരികൾ ഏതാണ്? അതിൻ്റെ ഉത്തരം ബഹൂത്ത് ദിനോം കെ ബാദ് അബ് കി മേ ജി ഭർ സുൻ പായ ധാൻ കൂട്ടത്തി കിഷോരിയോം കി കോകിൽ കണ്ടി താൻ. അടുത്തത് തൻ മൻ കോ ഊർജ ദേനെ വാലി ഖുഷ്ബു ഫൈൽ ജാത്തി ഹെ. മനസ്സിനും ശരീരത്തിനും ഊർജം നൽകുന്ന സുഗന്ധം പരക്കുന്നു. അതിൻ്റെ ഉത്തരം ബഹൂത്ത് ദിനോം കെ ബാദ് അബ് കി മേനെ ജി ഭർ സൂംഗെ മൗൽ സിരി കെ ഢേർ ഢേർ സെ താസെ ടട്കെ ഫൂൽ. गाँव की गलियों की सुनहली धूली का एहसास हुआ. അതിൻ്റെ ഉത്തരം ബഹൂത്ത് ദിനോം കെ ബാദ് അബ് കി മേ ജി ഭർ ചൂ പായ അപ്നി ഗവയി പഗഡണ്ടി കി ചന്ദൻ വർണ്ണി ധൂൾ. मनपसंद देहाती खाना चखने का मौका मिला. അതിൻ്റെ ഉത്തരം बहुत दिनों के बाद अब की मैंने जी भर ताल मखाना खाया गन्ने चूसे जी भर. അടുത്ത ആക്ടിവിറ്റി. കവിത സെ ഇൻ പദോം കി വിശേഷത സൂചിത് കർണേ വാല ശബ്ദ പഹചാൻ കർ ലിഖേം. കവിതയിൽ നിന്നും താഴെ കൊടുത്തിരിക്കുന്ന ആ വാക്കുകളുടെ വിശേഷണം സൂചിപ്പിച്ചിരിക്കുന്ന വാക്കുകൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസലിൻ്റെ എന്താണെന്ന് നോക്കാം. പക്കി സുൻഹലി ഫസലാണ് വരിക. താൻ എന്താണെന്ന് നോക്കാം. കോകിൽ കണ്ടി താനാണ് വരുന്നത്. അതുപോലെ താസെ ടട്കെ ഫൂൽ, പിന്നെ ചന്ദൻ വർണ്ണി ധൂൾ. ഇതൊക്കെ അതിൻ്റെ വിശേഷൺ ശബ്ദമാണ്. അടുത്തത് കവിതയുടെ ആശയം എഴുതാനുള്ള ആക്ടിവിറ്റിയാണ്. നമുക്ക് കവിതയുടെ ആശയം ഒന്ന് നോക്കാം. हिंदी के मशहूर कवि नागार्जुन बहुत दिनों के बाद कविता में अपने गाँव के प्रति लगाव को कई तरह से प्रकट करते हैं. നാഗാർജുൻ ബഹു ദിനോം കെ ബാദ് എന്ന കവിതയിലെ ഗ്രാമത്തിനോടുള്ള തൻ്റെ അറ്റാച്ച്മെൻറ്റ് പല രീതിയിലാണ് ഈ കവിതയിൽ പ്രകടമാക്കുന്നത്. ग्रामीण प्रकृति का रमणीय और मोहक रूप देखकर आनंद का अनुभव करते हैं. ഗ്രാമത്തിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ആനന്ദം അനുഭവിക്കുന്നു. പക്കി സുൻഹരി ഫസലോം കോ ഓർ ഉസ്കി മുസ്കാൻ കോ ദേഖ്കർ കവി അപ്നെ ബീത്തെ കേ ദിനോം കാ സ്മരൺ കർത്തേ ഹെ. നല്ല വിളഞ്ഞ് പാകമായി നിൽക്കുന്ന വിളകളെയൊക്കെ കാണുമ്പോൾ കഴിഞ്ഞു പോയ തൻ്റെ കാലത്തെയാണ് കവി ഓർക്കുന്നത്. യഹം അപ്നെ ആങ്കോം കി അനുഭൂതി പ്രകട് കർത്തേ ഹെ. കാഴ്ചയുടെ അനുഭൂതിയാണ് കവി ഈ വരികളിൽ വ്യക്തമാക്കുന്നത്. गाँव के गीतों में काम करते हुए लोग गाना गाया करते हैं.
ഗ്രാമങ്ങളിലൊക്കെ വയലുകളിൽ പണിയെടുക്കുന്നവരൊക്കെ സാധാരണ പാട്ട് പാടാറുണ്ട്. ഇസി പ്രകാർ ദാൻ കൂട്ടനെ യാ അന്യ സാമൂഹിക് കാര്യ കർത്തെ ഹുയെ ഗീത് ഗാന മനോരഞ്ജൻ കെ സാത്ത് സാത്ത് ശുഭ് കാ ഭി സങ്കേത് ഹെ. ആളുകൾ പണിയെടുക്കുമ്പോൾ പാട്ട് പാടുന്നത് ശുഭകാര്യത്തിൻ്റെ സൂചന കൂടിയാണ്. മാത്രമല്ല അവരുടെ പണി കൂടുതൽ എളുപ്പമാക്കാനും ഭാരം അറിയാതിരിക്കാനും കൂടിയാണ് അവർ പാട്ട് പാടുന്നത്. അർത്ഥാത് അച്ചേ ഫസൽ ഹുയി, ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, നല്ല വിളവുണ്ടായി. ഇസ്കെ കാരൻ വഹാം കി കിഷോരിയം ഗീത് ഗാത്തെ ഹുയെ ദാൻ കൂട്ട് രഹി ഹെ. അതുകൊണ്ട് അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ പാട്ട് പാടിക്കൊണ്ടാണ് നെല്ല് കുത്തുന്നത്. യഹാം കവി അപ്നെ കാനോം സേ വഹാം കെ സ്വർ കോ ജി ഭർ ഗ്രഹൺ കർത്തെ ഹെ. കവി അവിടുത്തെ പാട്ട് നന്നായി ആസ്വദിക്കുകയാണ്. അഗലി പങ്ക്തിയോ മേ ഗന്ധ് സേ ജുടി അനുഭൂതി കവി പ്രകട് കർത്തെ ഹെ. മണവുമായിട്ടുള്ള അനുഭൂതിയാണ് കവി പ്രകടമാക്കുന്നത്. മൗൽസിരി കി സുഗന്ധ് കോ കവി നാഗാർജുൻ നെ ബഹു ദിനോं के बाद ग्रहण किया जो अन्यत्र दुर्लभ है. മറ്റെവിടെയും കിട്ടാത്ത ആ ഇലഞ്ഞിപ്പൂക്കളുടെ മണം കുറേ കാലങ്ങൾക്ക് ശേഷം കവി നാഗാർജുൻ അപ്പോൾ അനുഭവിക്കുകയാണ്. കവി ने स्पर्श की अनुभूति की है. कवि कहते हैं कि अब मैंने बहु दिनों के बाद अपने गाँव की पगडंडियों पर चंदन वर्णी धूल का स्पर्श किया है. കവി വളരെ നാളുകൾക്ക് ശേഷം തൻ്റെ ഗ്രാമത്തിലെ നാട്ടുവഴിയിലെ ചന്ദനവർണ്ണമുള്ള ധൂൾ സ്പർശിക്കുകയാണ്. एक व्यक्ति के लिए अपनी मातृभूमि और अपने गाँव के परिजन आदि से बेहतर और दिव्य अनुभूति मिलती है. ഒരു വ്യക്തിക്ക് തൻ്റെ സ്വന്തം നാട്ടിൽ നിന്നും റിലേറ്റീവ്സിൽ നിന്നൊക്കെയാണ് നല്ല അനുഭൂതി ഉണ്ടാകുന്നത്. എവിടെ പോയാലും നമ്മുടെ നാടാണ് നമുക്ക് വലുത്. कवि के गाँव तरवनी के रास्ते में ताल मखाना खूब होते हैं. उसका स्वाद उन्होंने खूब लिया. जी भर के गन्ने का रस पिया जो बहुत दिनों के बाद उन्हें मिला. यह हम स्वाद की अनुभूति प्रकट करते हैं. കവി പിന്നീടുള്ള വരികളിൽ സ്വാദിൻ്റെ അനുഭൂതിയാണ് പ്രകടമാക്കുന്നത്. കവിയുടെ ഗ്രാമമായ തറവനിയിൽ നിറയെ താൽ മഖാന കിട്ടുമായിരുന്നു. അത് വളരെ നാളുകൾക്ക് ശേഷം കവി കഴിക്കുകയാണ്. അതേപോലെ ഗന്ന ക രസ്, കരിമ്പിൻ്റെ ജ്യൂസ് ഇഷ്ടം പോലെ കഴിക്കുകയുമാണ് ചെയ്യുന്നത്. अंतिम पंक्तियों में कवि कहते हैं कि बहु दिनों के बाद मैंने जी भर के जीवन को जिया. അവസാനത്തെ വരികളിൽ കവി പറയാണ്, വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ മനസ്സറിഞ്ഞ് ജീവിച്ചത്. अपने रस रूप गंध शब्द स्पर्श आदि इन सभी को भरपूर महसूस किया जो अन्यत्र कहीं भी दुर्लभ है. മറ്റെവിടെയും കിട്ടാത്ത ഈ അനുഭൂതികളൊക്കെ അനുഭവിച്ച് കുറേ നാൾക്ക് ശേഷം വീണ്ടും ജീവിച്ചു എന്ന് കവിക്ക് തോന്നുകയാണ്. अर्थात पहली पंक्तियों के सभी अनुभवों को जमा करके कवि कहते हैं कि वे अपने गाँव में ही वास्तविक जीवन को जीते हैं. അതായത് നമ്മുടെ ഗ്രാമത്തിലാണ് അദ്ദേഹത്തിന് യഥാർത്ഥ ജീവിതം ജീവിക്കാൻ സാധിക്കുന്നത് എന്ന് കവി പറയുകയാണ്. 4 पंक्तियों की चंद योजना कविता का मौलिक सौंदर्य का परिचय देती है. ഓരോ വരികളിലെയും സ്റ്റാൻസുകൾ അതിൻ്റെ സൗന്ദര്യം വേറെ ഒന്ന് തന്നെയാണ് കവിതയിൽ. ബഹുദിനോं के बाद वाक्यांश के साथ प्रत्येक छंद की शुरुआत और समाप्ति होती है. എല്ലാ വരികൾ തുടങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ബഹുദിനോं के बाद എന്ന പ്രയോഗമുണ്ട് കവിതയിൽ. देखने सुनने छूने सूंघने चखने आदि क्रियाओं से सारी इंद्रियानुभूतियों का एहसास होता है. देखने सुनने छूने सूंघने चखने അങ്ങനെയുള്ള പ്രയോഗങ്ങളിലൂടെയാണ് ഇന്ദ്രിയാനുഭൂതി കൂടുതൽ കവിതയിൽ പ്രകടമാകുന്നത്.